2023 ഒക്ടോബർ 7 ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഹമാസ് തീവ്രവാദത്തിന്റെ സമാനതകളില്ലാത്ത ക്രൂരതകൾക്ക് ഇരകളായി ജീവൻ പൊലിഞ്ഞവർക്ക് പ്രണാമമർപ്പിച്ച് ഇസ്രായേൽ മലയാളികൾ. ജെറുസലേമിലെ മലയാളി കൂട്ടായ്മയാണ് അനുശോചന പരിപാടികൾ സംഘടിപ്പിച്ചത്. 1 വയസ്സുപോലും തികയാത്ത ഫീർ ബിബാസിന്റെയും അവന്റെ സഹോദരൻ ഏരിയൽ ബിബാസിന്റെയും അവരുടെ അമ്മ ഷിറി ബിബാസിന്റെയും ചേതനയറ്റ ശരീരങ്ങൾ ഏറ്റുവാങ്ങിയ ക്രൂരവിധി നേരിടേണ്ടി വന്ന ബിബാസ് കുടുംബത്തിന് പ്രത്യേകമായി ഷൈനി ബാബുവിന്റെ നേതൃത്വത്തിൽ ഏകകണ്ഠേന ഇസ്രായേൽ മലയാളികൾ പ്രാർത്ഥനകളും ഐക്യദാർഢ്യവും അറിയിച്ചു. മരണപ്പെട്ടവരുടെ ആത്മശാന്തിക്കായി കത്തോലിക്ക പാരമ്പര്യപ്രകാരമുള്ള പ്രാർത്ഥനകളും നടത്തപ്പെട്ടു. വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും പതാകകളേന്തി തിരികൾ തെളിയിച്ചായിരുന്നു ഐക്യദാർഢ്യ യോഗത്തിൽ ഏവരും പങ്കുചേർന്നത്. ഹമാസിന്റെ ഭീകരതയ്ക്കെതിരെയുള്ള സന്ദേശം സംവേദനം ചെയ്ത പരിപാടികൾ ഹമാസിന്റെ വേരോട്ടമുള്ള വെസ്റ്റ് ബാങ്കിൽ തന്നെയാണ് നടത്തപ്പെട്ടത് എന്നതായിരുന്നു എടുത്തുപറയേണ്ട വസ്തുത. ജെറിക്കോയിലെ പഴയ വിശുദ്ധ നഗര സന്ദർശനത്തിനായി യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടായിരുന്നു മലയാളികൾ വെസ്റ്റ് ബാങ്കിലേക്ക് യാത്ര നടത്തിയത്. മലയാളികൾ ഒന്നുചേർന്ന് ഇസ്രായേലിന്റെ ദേശീയഗാനമായ ഹറ്റീക്വ ആലപിച്ചതും ശ്രദ്ധേയമായി. See you, so